നമസ്കാരം. ഇന്ന് നമ്മൾ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയം അതാണ് ചർച്ച ചെയ്യുന്നത്. അതെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഒരു പ്രത്യേക തീവ്ര പുനഃപരിശോധന, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR എന്ന് പറയും, അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉം. അപ്പൊ ഇത് സംബന്ധിച്ചൊരു വിശകലനം നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് ഈ SIR? എന്തിനാണ് ഇത്ര പെട്ടെന്ന്? ആർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരി. അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോ അടിസ്ഥാനപരമായി എന്താണ് സംഭവം? ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് തൊട്ടുമുൻപ് വോട്ടർ പട്ടികയൊന്ന് ശരിയാക്കിയെടുക്കണം. അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ലക്ഷ്യം. പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതെ. അപ്പൊ ഇതിന്റെ ലക്ഷ്യം കേൾക്കുമ്പോൾ നല്ല കാര്യല്ലേ? യോഗ്യരായവരെ ഉൾപ്പെടുത്തണം, പിന്നെ അനർഹർ, അതായത് മരിച്ചവർ, താമസം മാറിയവർ, സിറ്റിസൺസ് അല്ലാത്തവർ, അവരെയൊക്കെ ഒഴിവാക്കണം. തീർച്ചയായും അത് നല്ല ലക്ഷ്യം തന്നെയാണ്. ഒരു കൃത്യമായ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് വളരെ അത്യാവശ്യമാണ്, അടിസ്ഥാനപരമാണ്. ശരിയാണ്. പിന്നെ ഈ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഭരണഘടന അനുസരിച്ച് കമ്മീഷന്റെ ചുമതലയാണല്ലോ. ആർട്ടിക്കിൾ 324. അതിന്റെ നടപടിക്രമങ്ങൾ ജനപ്രാതിനിധ്യ നിയമം 1950 പറയുന്നുമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് ഇതെങ്ങനെ ചെയ്യുന്നു, എപ്പോ ചെയ്യുന്നു എന്നതിലാണ്. ആ രീതിയും സമയവുമാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. അതെ. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രത്യേക തീവ്ര പുനഃപരിശോധന എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ വർഷവും ചെയ്യുന്നതിനേക്കാൾ ഇത് വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്, അല്ലേ? വളരെ വേഗത്തിൽ. പിന്നെ കുറച്ചുകൂടി കർശനമായ നിയമങ്ങളോടെയാണ് അത് ചെയ്യുന്നത്. അതെ. അപ്പോ ഈ വേഗതയും പിന്നെ ആവശ്യപ്പെടുന്ന രേഖകളും ഇതൊക്കെ കാരണം സാധാരണക്കാർ, ഒരുപക്ഷെ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ ഈ രേഖകളൊക്കെ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അവർ പട്ടികയിൽ നിന്ന് പുറത്താവുമോ? അതാണൊരു പ്രധാന പേടി. അവിടെയാണ് ആ രേഖകളുടെ കാര്യം വരുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണത്. ബീഹാർ പോലൊരു സംസ്ഥാനത്ത് എല്ലാവരുടെയും കയ്യിൽ ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ ഒഫീഷ്യൽ രേഖകൾ ഉണ്ടാവണമെന്നില്ല. സാധ്യത കുറവാണ്. പക്ഷേ വിചിത്രം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവരുടെയും കയ്യിലുള്ള ആധാർ കാർഡോ റേഷൻ കാർഡോ, സാധാരണയായി ഉപയോഗിക്കുന്ന ID കാർഡുകൾ, അതെ, അതുപോലും ഈ പുനഃപരിശോധനയ്ക്ക് തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കില്ല എന്നാണ് പറയുന്നത്. അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഓഹോ. അപ്പോൾ ഒരു സാധാരണക്കാരൻ, ചിലപ്പോ ദിവസക്കൂലിക്ക് പോകുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാത്ത കുടിയേറ്റ തൊഴിലാളികൾ, അതെ, അങ്ങനെയുള്ളവര്, മൈഗ്രന്റ് വർക്കേഴ്സ്, അവർക്ക് ഈ പറയുന്ന രേഖകൾ കൃത്യസമയത്ത് ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ വോട്ടവകാശം അത് നഷ്ടപ്പെട്ടേക്കുമോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഈ വിശകലനം പ്രധാനമായും പറയുന്നത്. കൃത്യത ഉറപ്പാക്കണമെന്നത് ശരി തന്നെ. പക്ഷേ അതിന്റെ പേരിൽ ആളുകളെ പുറത്താക്കാനുള്ളൊരു വഴിയായി ഇത് മാറരുത്. ലക്ഷ്യം നല്ലതാണെങ്കിലും ഈ തിരക്കിട്ടുള്ള നടത്തിപ്പ് രീതി ശരിയല്ലെങ്കിൽ അത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്യും. അതായത് കമ്മീഷനിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണോ? അതെ, കമ്മീഷന്റെ വിശ്വാസ്യത കൂട്ടാൻ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ജനങ്ങൾക്ക് ഈ പ്രക്രിയയിലുള്ള വിശ്വാസം കുറയാൻ വരെ കാരണമായേക്കാം. അങ്ങനൊരു വശം കൂടിയുണ്ട്. ശരിയാണ്. അപ്പൊ ഇതിനൊരു ബദൽ എന്തെങ്കിലും ഈ വിശകലനത്തിൽ പറയുന്നുണ്ടോ? ഒരു പരിഹാരം പോലെ? ഉണ്ട്. അവർ പറയുന്നത് ഒരു പ്രത്യേക സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രം ഇങ്ങനെ തിരക്ക് കൂട്ടി ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി സമയമെടുത്ത്, കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ഒരു രാജ്യവ്യാപകമായിട്ട്, ഒരുപക്ഷേ അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് 2029 വരുമല്ലോ, അതിനു മുൻപായിട്ട് ഇത് പൂർത്തിയാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും സമയം കിട്ടും. രേഖകളുടെ കാര്യത്തിൽ ആധാർ പോലുള്ളവ നല്ല വെരിഫിക്കേഷനോട് ഉപയോഗിക്കാമോ എന്ന് നോക്കാം. ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും രേഖകൾ ശരിയാക്കാനും സമയം കിട്ടും. ബോധവൽക്കരണം നടത്താനും സമയം കിട്ടും. അതെ, നന്നായി ബോധവൽക്കരണം നടത്താനും സാധിക്കും. അപ്പോൾ കൃത്യതയും വേണം, എന്നാൽ ആരും പുറത്തു പോകാനും പാടില്ല. അത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യും? അതാണ് പ്രധാന ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ, ശ്രോതാവായ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ശ്രമം, അതിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും, തീർച്ചയായും ലക്ഷ്യം നല്ലതാണ്. പക്ഷേ അതിന്റെ വേഗത, പിന്നെ ഈ കർശനമായ രേഖാനിബന്ധനകൾ, ഇതൊക്കെ കാരണം യഥാർത്ഥ പൗരന്മാർ, പ്രത്യേകിച്ച് ഈ ദുർബല വിഭാഗത്തിൽപ്പെട്ടവർ, അവർ പുറത്തായി പോകുമോ എന്നൊരു ഗൗരവമായ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതെ, അതാണ് പ്രധാന കാര്യം. യോഗ്യരായ ഒരാൾ പോലും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകരുത്. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടണം. അത് ഉറപ്പാക്കണം.
അത് ജനാധിപത്യത്തിൽ പ്രധാനമാണല്ലോ. ഏറ്റവും പ്രധാനം അതാണ്. ഏറ്റവും പ്രായോഗികവും നീതിയുക്തവുമായ വഴി ഏതാണോ അത് കണ്ടെത്തണം. കൃത്യതയുടെ പേരിൽ ആരെയും ഒഴിവാക്കരുത്. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്കിടെ ഉണ്ടായ ആ ഒരു ദുരന്തമില്ലേ, അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നോക്കുന്നത്. ഇത് വെറുമൊരു അപകടവാർത്ത എന്നതിനപ്പുറം ഇതിനു പിന്നിൽ കുറച്ച് ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ VIP സംസ്കാരം, പിന്നെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലെ ചില പാളിച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? ഈ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാമല്ലേ? ആദ്യം തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചുരുക്കി പറയാം. പുരിയിലെ ആ വാർഷിക രഥയാത്രയ്ക്കിടെ വലിയ തിക്കും തിരക്കുമുണ്ടായി. അതിൽ 3 പേര് മരിച്ചു. ഏകദേശം 50-ൽ കൂടുതൽ പേർക്ക് പരിക്കുപറ്റി. അതുമാത്രമല്ല, അന്ന് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഈ ചൂടും നിർജ്ജലീകരണവും കാരണം ഏകദേശം ഒരു 750ഓളം പേരെ ഹോസ്പിറ്റലാക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഈ രേഖകൾ നോക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പോകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വഴി അത് VIP-കൾക്ക് വരാനായിട്ട് അടച്ചു എന്ന്. അതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയതെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും ഒരേ വഴി തന്നെയായിരുന്നു. രഥം എത്താനും കുറച്ച് വൈകി. പിന്നെ രാവിലെ പെട്ടെന്ന് കുറച്ച് ട്രക്കുകൾ ഈ ആൾക്കൂട്ടത്തിലേക്ക് വന്നു സാധനങ്ങളുമായിട്ട്. ഇതൊക്കെ ആളുകളെ വല്ലാതെ പേടിപ്പിച്ചു. ശരിയാണ്. ഈ പറയുന്ന തിക്കും തിരക്കും, അതായത് സ്റ്റാമ്പീഡ്, അതൊരിക്കലും ഒരു സ്വാഭാവിക അപകടമല്ല. മിക്കപ്പോഴും മനുഷ്യന്മാർ കാരണമുണ്ടാകുന്നതാണ്. മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയാം. ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് ആളുകൾ കൂടുമ്പോൾ, പിന്നെ അവരെ ശരിയായിട്ട് നിയന്ത്രിക്കാൻ ആളില്ലാതെ വരുമ്പോൾ, അപ്പോഴാണിത് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു കിംവദന്തിയോ വന്നാൽ മതി, കാര്യങ്ങൾ കൈവിട്ടുപോകും. അപ്പോൾ ഈ ക്രൗഡ് മാനേജ്മെന്റ് അത് വളരെ പ്രധാനമാണല്ലേ? തീർച്ചയായും. വലിയ ആൾക്കൂട്ടം വരുന്ന ഏതു പരിപാടിയും അത് സുരക്ഷിതമായി നടത്താൻ നല്ല പ്ലാനിംഗ് വേണം. അതാണ് ക്രൗഡ് മാനേജ്മെന്റ്. ഇതിന് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊക്കെയുണ്ട്. അതായത് റിസ്ക് എത്രയുണ്ടെന്ന് നോക്കണം, ആളുകൾക്ക് പോകാനും വരാനും സേഫായ വഴികൾ വേണം, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അറിയിക്കാൻ സംവിധാനം വേണം, അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗൈഡ് ലൈൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പുരിയിൽ ഇത് ശരിയായിട്ട് നടപ്പാക്കാൻ പറ്റാതെ പോയത്? അവിടെയാണോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ VIP പ്രശ്നം വരുന്നത്? അതെ, അതാണ് ഇതിലൊരു പ്രധാന പോയിന്റ്. നമ്മൾ ഈ രേഖകൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ കുംഭമേള പോലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എന്നിട്ടും പുരിയിൽ ഇത് സംഭവിച്ചു. അപ്പോൾ ഇത് പുരിയിലെ മാത്രം ഒരു പ്രശ്നമല്ല. ഇത് കുറച്ചുകൂടി സിസ്റ്റത്തിലുള്ള, അതായത് നമ്മുടെ നടത്തിപ്പിലൊക്കെയുള്ള ഒരു പ്രശ്നമാണ് കാണിക്കുന്നത്. മനസ്സിലായി. അവിടെയാണ് ഈ VIP സംസ്കാരത്തിന്റെ റോൾ വരുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ആ ഗേറ്റ് അടച്ച കാര്യം, അതൊരു ഉദാഹരണം മാത്രം. ആയിരക്കണക്കിന് സാധാരണക്കാരുടെ സേഫ്റ്റിയേക്കാളും കുറച്ചു വലിയ ആളുകളുടെ സൗകര്യത്തിന് മുൻഗണന കൊടുത്താൽ എന്താകുമെന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണത്. ഇത് നമ്മുടെ ഭരണത്തിലുള്ളൊരു വിശ്വാസമില്ലായ്മ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഭരണഘടന പറയുന്നില്ലേ എല്ലാവരും തുല്യരാണെന്ന്, ആർട്ടിക്കിൾ 14, അതിനെയൊക്കെ ഇത് ചോദ്യം ചെയ്യുകയാണ്. ശരിയാണ്. അതോടൊപ്പം മറ്റു പ്രശ്നങ്ങളുമുണ്ട്. വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തത്, പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലാത്തത്, പിന്നെ ഈ കാലാവസ്ഥാ മാറ്റം, അതായത് കടുത്ത ചൂട്, അതിനെയൊക്കെ അവഗണിക്കുന്നതും പ്രശ്നമാണ്. ശരി. അപ്പോ ഇതിനൊരു പരിഹാരം വേണ്ടേ? ഈ കിട്ടിയ വിവരങ്ങളിൽ എന്താണ് പ്രധാനമായിട്ടും നിർദ്ദേശിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ഈ പൊതുപരിപാടികളില് VIP-കൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക പരിഗണന അത് നിർത്തണം. ഇനി അഥവാ അത് പറ്റില്ലെങ്കിൽ തന്നെ സാധാരണ ആളുകൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ അത് ചെയ്യണം. എന്നാലും ഏറ്റവും നല്ലത് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ്, സുരക്ഷയെ കരുതി. അതാണ് ഇതിലെ പ്രധാന വാദം. അതെ, നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമല്ലേ? തീർച്ചയായും. അതുകൂടാതെ ആ NDMA ഗൈഡ് ലൈൻസ് ഇല്ലേ, അത് കർശനമായിട്ട് പാലിക്കണം. പിന്നെ പുതിയ ടെക്നോളജി ഉപയോഗിക്കാം. CCTV, ഡ്രോണൊക്കെ വെച്ച് നിരീക്ഷിക്കാം. ക്രൗഡ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മുൻകൂട്ടി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോന്ന് നോക്കാം. പിന്നെ കാലാവസ്ഥ. ചൂടാണെങ്കിൽ അതിനനുസരിച്ച് തണലും വെള്ളവും മെഡിക്കൽ സൗകര്യവും ഒക്കെ ഒരുക്കണം. ഏറ്റവും പ്രധാനം, എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. ഒരു അക്കൗണ്ടബിലിറ്റി അത് ഉറപ്പാക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ
പുരിയിലെ ആ സംഭവം അതൊരു വെറും അപകടമല്ല, ശരിയായ രീതിയിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാത്തതും അതിൻ്റെ കൂടെ ഈ VIP സംസ്കാരവും ചേർന്നപ്പോഴാണ് അതൊരു ദുരന്തമായത്. ഇത് നമ്മളെല്ലാം ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സുരക്ഷാ നിയമങ്ങളൊക്കെ ശരിക്കും നടപ്പാക്കണം, എല്ലാവരെയും ഒരുപോലെ കാണണം, അതിനൊക്കെ ഒരു സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരണം. ഇത് നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് നമ്മുടെ എല്ലാം പൊതുസ്ഥലങ്ങളിലെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലേ? ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ. അതെ. ഇവിടെ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ വലിയ ആഘോഷങ്ങളും പരിപാടികളും നടക്കുമ്പോൾ ഈ സുരക്ഷാ നിയമങ്ങളൊക്കെ വെറും കടലാസിൽ മാത്രമായി ഒതുങ്ങാതെ അവിടെ വരുന്ന ഓരോ ആൾക്കും അവരുടെ പദവിയോ പേരോ ഒന്നും നോക്കാതെ ആ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ നമുക്ക് പറ്റും? ഇന്ന് നമ്മളപ്പോൾ ഇതിലൂടെ ഒന്ന് ആഴത്തിൽ പോകാൻ ശ്രമിക്കുകയാണ്. അതായത് നികുതി വ്യവസ്ഥ ലളിതമാക്കാൻ കൊണ്ടുവന്ന GST അതെങ്ങനെയാണ് പുകയില പോലുള്ളൊരു ഹാനികരമായ ഉൽപ്പന്നത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ വെല്ലുവിളി ഉണ്ടാക്കിയത്. അതും പൊതുജനാരോഗ്യ ലക്ഷ്യങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? 2017 ജൂലൈ 1 അന്നാണിത് വന്നത്. ഒരു രാഷ്ട്രം ഒരു നികുതി എന്നൊക്കെയായിരുന്നു മുദ്രാവാക്യം. ഒരുപാട് ടാക്സുകൾ പോയി കുറച്ചുകൂടെ ലളിതമായി എന്നൊക്കെ പറയുന്നു. അതെ, തീർച്ചയായും. നികുതി ഘടന സിമ്പിളാക്കാനും പിന്നെ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ITC അതുവഴി ടാക്സിന് മുകളിൽ ടാക്സ് വരുന്ന ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് ഒഴിവാക്കാനുമൊക്കെ GST സഹായിച്ചിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ നമ്മൾ ഈ രേഖകളിലൂടെ നോക്കുമ്പോൾ ശ്രദ്ധ പോകുന്നത് മറ്റൊരു പ്രധാന ചോദ്യത്തിലേക്കാണ്. GST വന്ന ശേഷം ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതിയുടെ കാര്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? അതാണ് ഈ രേഖകളിലെ ഒരു പ്രധാന പോയിന്റ്. GSTക്ക് ശേഷം പുകയിലയുടെ മേലുള്ള നികുതി കാര്യമായിട്ട് കൂടിയിട്ടില്ല. അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ, കാലക്രമേണ ഇവയുടെ വില താങ്ങാനാവുന്ന ഒന്നായി തുടരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കുറയുക പോലും ചെയ്യാം. ശരിയല്ലേ? ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കണക്ക് 75% നികുതി വേണമെന്നല്ലേ? അതെ, 75%, അതാണ് ശുപാർശ. പക്ഷെ നമ്മുടെ അവസ്ഥയോ? ഈ രേഖകൾ പറയുന്നത് സിഗരറ്റിനു പോലും അത് ഏതാണ്ടൊരു 54% ഉള്ളൂ. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ബീഡിയുടെ കാര്യം എടുത്താലോ, വെറും 22%. 22%? അതെ, ഇത് ശരിക്കും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം നികുതി കുറവായി വരുമ്പോൾ കാലക്രമേണ ഈ സാധനങ്ങൾ കൂടുതൽ അഫോർഡബിൾ ആകുന്നു. അപ്പോ നമ്മുടെ പൊതുജനാരോഗ്യ ലക്ഷ്യങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. അവിശ്വസനീയം തന്നെ. ഈ ബീഡിക്ക് എന്തുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ നികുതി വെച്ചിരിക്കുന്നത്? GSTയുടെ ആ ഘടനയുടെ പ്രശ്നമാണോ ഇത്, അതോ വേറെന്തെങ്കിലും? പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈ രേഖകൾ എടുത്തു കാണിക്കുന്നത്. ഒന്ന്, GST എന്ന് പറയുന്നത് പ്രധാനമായും ഒരു ആഡ് വലോറും നികുതിയാണ്. അതായത് വിലയുടെ 1% കണക്കാക്കുന്ന രീതി. പക്ഷേ ഈ പുകയില പോലെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗം കുറയ്ക്കാൻ കൂടുതൽ നല്ലത് ഓരോ സിഗരറ്റിനും അല്ലെങ്കിൽ ഓരോ പാക്കറ്റ് ബീഡിക്കും ഒരു നിശ്ചിത തുക നികുതി ഈടാക്കുന്ന സ്പെസിഫിക് നികുതിയാണ് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. 2, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ബീഡിയുടെ നികുതി വളരെ കുറവാണ്. അതുമാത്രമല്ല, അതിനെ ഈ GST കോമ്പൻസേഷൻ സെസ്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കോമ്പൻസേഷൻ സെസ്. ഈ നികുതി ഘടനയുടെ പ്രശ്നം കൂടാതെ ഈ സെസ്സും ഒരു പ്രധാന വിഷയമാണല്ലോ. അതിനെക്കുറിച്ചും ഒരു ആശങ്കയുണ്ടെന്ന് ഈ രേഖകൾ പറയുന്നു, അല്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം GST വന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒന്നാണ് ഈ സെസ്. ഇത് പ്രധാനമായും ആഡംബര വസ്തുക്കൾ, പിന്നെ പുകയില പോലത്തെ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ, ഇവയ്ക്കൊക്കെയാണ് ചുമത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രധാന ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഈ രേഖകൾ സൂചിപ്പിക്കുന്നത് പോലെ 2026 മാർച്ചിൽ ഈ കോമ്പൻസേഷൻ സെസ് അങ്ങ് നിർത്തിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉപയോഗം കൂടുമല്ലോ. അതെ, അതാണ് പേടിക്കുന്നത്. ഇത് നമ്മൾ ഇത്രയും കാലം പുകയില നിയന്ത്രണത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം പിന്നോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു GST കൊണ്ടുവന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രത്യാഘാതം, ഒരു അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ഥിതി ശരിക്കും പറഞ്ഞാൽ കുറച്ച് സങ്കീർണമാണ്. ഒരു വശത്ത് നികുതി ഏകീകരണം, മറുവശത്ത് ഈ പൊതുജനാരോഗ്യ ലക്ഷ്യങ്ങൾ, പ്രത്യേകിച്ച് പുകയിലയുടെ കാര്യത്തിൽ. ഇതിനൊരു പരിഹാരം ഈ രേഖകളിൽ വലുതും പറയുന്നുണ്ടോ? ഉണ്ട്. ഒരു സന്തുലിതമായ സമീപനമാണ് ആവശ്യം എന്നാണ് പറയുന്നത്. അതായത് GST ഘടന അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാ പുകയില ഉൽപ്പന്നങ്ങൾക്കും ബീഡി അടക്കം ഉയർന്ന നിരക്കിൽ
ഒരു സ്പെസിഫിക് എക്സൈസ് നികുതി കൂടി കൊണ്ടുവരണം. പിന്നെ പുകയിലയുടെ GST നിരക്ക് ഏറ്റവും ഉയർന്ന സ്ലാബായ 40% മാറ്റണമെന്നും ഒരു നിർദ്ദേശമുണ്ട്. ഈ കോമ്പൻസേഷൻ സെസ്സിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കണം. ഒന്നുകിൽ അത് തുടരണം, അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു വർധനവ് എക്സൈസ് ഡ്യൂട്ടിയിൽ കൊണ്ടുവരണം. അതോടൊപ്പം കള്ളക്കടത്ത് തടയാനുള്ള നടപടികളും കൂട്ടണം. ഈ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ യുക്തിസഹമായി തോന്നുന്നുണ്ട്, പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാവും? പ്രത്യേകിച്ച് ബീഡിയുടെ നികുതി കൂട്ടുന്ന കാര്യം. കാരണം അത് കൂടുതലും സാധാരണക്കാരല്ലേ ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയമായതൊരു വെല്ലുവിളി ഉണ്ടാക്കില്ലേ? തീർച്ചയായും അതാണ് ഇതിലെ ഒരു പ്രധാന വെല്ലുവിളി. അത് നടപ്പാക്കുമ്പോൾ രാഷ്ട്രീയപരവും സാമൂഹികവുമായ തടസ്സങ്ങൾ ഉണ്ടാവാം. അത് കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ രേഖകളൊക്കെ ഊന്നി പറയുന്നത് പൊതുജനാരോഗ്യത്തിന്റെ പ്രാധാന്യമാണ്. ദീർഘകാലത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളെ പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും രാജ്യത്തിന്റെ മൊത്തം ആരോഗ്യ ചെലവ് കുറയ്ക്കാനൊക്കെ ഉയർന്ന നികുതി സഹായിക്കുമെന്നാണ് വാദം. അപ്പോൾ നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ വച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. GST പോലുള്ള വലിയ സാമ്പത്തിക പരിഷ്കാരം വരുമ്പോൾ അതിതുപോലുള്ള പൊതുജനാരോഗ്യ നയങ്ങളുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുകയും വിലയിരുത്തുകയും വേണം. പ്രത്യേകിച്ചും ഈ പുകയിലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ കോമ്പൻസേഷൻ സെസ് തീരാൻ പോകുന്നൊരു സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. വളരെ ശരിയാണ്. ഇവിടെ നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെക്കട്ടെ. അതായത് ഈ പുകയില പോലുള്ള ഡീമെറിറ്റ് ഗുഡ്സ് അഥവാ ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്ക് വിലയുടെ അടിസ്ഥാനത്തിലുള്ള ആഡ് വാലറും നികുതിയേക്കാൾ അളവിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പെസിഫിക് നികുതികളാണ് കൂടുതൽ ഫലപ്രദമെന്ന് ഈ രേഖകൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇതേ തത്വം മറ്റ് ഹാനികരമായ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് മധുരം ചേർത്ത പാനീയങ്ങൾ GST ഘടനയ്ക്കുള്ളിലോ അല്ലെങ്കിൽ അതിനോട് ചേർത്തോ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടെ? അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെയാവാം? അതൊരു തുടർ ചർച്ചയ്ക്കുള്ള വിഷയമാണ്. കേരളത്തിലെ ഈയടുത്ത കാലത്തുണ്ടായ ചില സാംസ്കാരിക വിവാദങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള ഈ ലേഖനങ്ങളൊക്കെ നോക്കുമ്പോൾ അസഹിഷ്ണുതയുടെ ചില പ്രശ്നങ്ങൾ അത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയൊന്ന് ആഴത്തിൽ നോക്കാം, അല്ലേ? തീർച്ചയായും. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ശരിക്കും. ഇതിന് രാജ്യവ്യാപകമായി തന്നെ ഒരു പ്രസക്തിയുണ്ട്. കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ ബഹുസ്വരത, അങ്ങനെയുള്ള വലിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശരിയാണ്. പ്രത്യേകിച്ച് സാമൂഹിക വിഷയങ്ങൾ, ഭരണഘടന, ഇതിലൊക്കെ വരുമല്ലേ? അതെ. GS പേപ്പർ 1, പേപ്പർ 2 എന്നിവയിലൊക്കെ ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോ ഈ ലേഖനങ്ങളിലൊക്കെ കാണുന്ന ഒരു പ്രധാന ആശങ്ക എന്താണെന്ന് വെച്ചാൽ, താരതമ്യേന ചെറിയ വിഷയങ്ങൾ പോലും മതപരമായ ഒരു നിറം കൊടുത്ത് വലിയ വിവാദങ്ങളാക്കുന്ന ഒരു രീതി അങ്ങനൊന്ന് കൂടി വരുന്നുണ്ടോ? അതൊരു പ്രധാന പോയിന്റാണ്. സിനിമയുടെ കാര്യം തന്നെ നോക്കൂ. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ CBFC അവരുടെ ചില തീരുമാനങ്ങൾ ഈ ലേഖനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ആ പേരിന്റെ പ്രശ്നമല്ലേ, ജാനകി എന്ന പേര്? അതെ അതെ. ലൈംഗികാതിക്രമം നേരിട്ട ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിട്ടപ്പോൾ അത് മാറ്റാൻ ആവശ്യപ്പെട്ടു. കാരണം എന്താ പറയാ, ആ പേരിന് ഒരു മതപരമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരിടത്തും ഇതേപോലെ ജാനകി എന്ന പേര് മാറ്റേണ്ടി വന്നു. അവിടെ കാരണം വേറെയായിരുന്നോ? അവിടെ കഥാപാത്രത്തിന് മറ്റൊരു മതത്തിലെ ഒരാളുമായി ബന്ധമുണ്ടെന്നതായിരുന്നു കാരണം. അപ്പോ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, CBFC എന്നത് നിയമപ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. 1952 സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരം. അതെ, അവരുടെ ജോലി സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളതാണല്ലോ. അതാണ് നിയമപരമായ കാര്യം. പക്ഷെ പലപ്പോഴും അവരൊരു സെൻസർഷിപ്പ് പോലെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ വികാരം വ്രണപ്പെടുന്നവരുടെ ഭാഗം ചേരുന്നു എന്നൊരു വിമർശനം ഈ ലേഖനങ്ങളിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഭരണഘടന തരുന്ന ആർട്ടിക്കിൾ 19(1)A ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമായിട്ട് കാണാൻ പറ്റുമോ? അതൊരു പ്രധാന ചോദ്യമാണ്. തീർച്ചയായും ഈ സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് അല്ല. ആർട്ടിക്കിൾ 19(2) അനുസരിച്ച് ചില നിയന്ത്രണങ്ങളാവാം. രാജ്യസുരക്ഷ, ധാർമ്മികത, പൊതുസമാധാനം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ന്യായമായ നിയന്ത്രണങ്ങൾ. അതെ, ന്യായമായ നിയന്ത്രണങ്ങൾ. പക്ഷെ ഇവിടെയുള്ള ചോദ്യം, CBFCയുടെ ഇടപെടലുകൾ ഈ ന്യായമായ പരിധിയിലാണോ വരുന്നത്, അതോ ചില ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം കാരണം എടുക്കുന്ന തീരുമാനങ്ങളാണോ? അതാണ് വിമർശനം. ശരിയാണ്. സിനിമ മാത്രമല്ലല്ലോ വിഷയം.
സ്കൂളുകളിലെ കുട്ടികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള സുംബ ഡാൻസ്, അതിനെതിരെയും വലിയ ഒച്ചപ്പാടുകളുണ്ടായിരുന്നല്ലോ. ഓ, അതൊരു വിചിത്രമായ സംഭവം തന്നെയായിരുന്നു. ചില പറയാം യാഥാസ്ഥിതിക മുസ്ലിം ഗ്രൂപ്പുകൾ പറഞ്ഞു ഇത് ധാർമ്മികതയ്ക്കെതിരാണെന്ന്, ഇസ്ലാമിക വിരുദ്ധമാണെന്ന്. അതേസമയം വേറെ ചില ഗ്രൂപ്പുകൾ ഒരു സംഘപരിവാർ തിങ്ക് ടാങ്ക് ഇതിനെ വിദേശ സംസ്കാരം ഇറക്കുമതി ചെയ്യുകയാണെന്നും പറഞ്ഞു. രണ്ടു ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായി. ഭാഗ്യത്തിന് സർക്കാർ ആ പദ്ധതി നിർത്തിയില്ല. പക്ഷേ ഇത്തരം എതിർപ്പുകൾ വരുന്നു എന്നതുതന്നെ അതൊരു സൂചനയാണ്. അതോടൊപ്പം തന്നെ ഈ വാക്സിൻ വിരുദ്ധ പ്രചാരണങ്ങൾ, അതും ഈ ലേഖനങ്ങൾ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമല്ലേ? തീർച്ചയായും. മലപ്പുറത്തൊരു കുട്ടിക്ക് ചികിത്സ വൈകി മഞ്ഞപ്പിത്തം കാരണം മരിച്ച സംഭവം. അതിനു കാരണം ചില വാക്സിൻ വിരുദ്ധ ഗ്രൂപ്പുകളുടെ പ്രചാരണമാണെന്ന് പറയുന്നു. ഇത് വെറുമൊരു അഭിപ്രായ വ്യത്യാസമല്ല, ഇത് പൊതുജനാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതെ. അപ്പോ എന്തുകൊണ്ടാണ് ഈ അസഹിഷ്ണുത എന്ന് പറയാവുന്ന സംഭവങ്ങൾ കൂടുന്നത്? ലേഖനങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മതവിഭാഗങ്ങൾക്കിടയിലുള്ളൊരു മത്സരം പോലെയുണ്ടോ? അതൊരു ഘടകമായി പറയുന്നുണ്ട്. ഒരു തരം മത്സരബുദ്ധി, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാട്. ചിലപ്പോൾ അവർ വോട്ട് ബാങ്ക് നോക്കി ചില ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ പങ്കും വലുതല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ പടർന്നു പിടിക്കാൻ? പുറത്തായും സോഷ്യൽ മീഡിയ ഇതിനൊരു വലിയ പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം CBFC പോലുള്ള സ്ഥാപനങ്ങൾ, അവര് ചിലപ്പോ നിയമപരമായി ഉറച്ചു നിൽക്കാതെ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു എന്നതും ഒരു പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? കലാകാരന്മാരിലൊക്കെ ഒരു പേടി വരില്ലേ? വരും. അതാണ് ഏറ്റവും അപകടം. ഒരു സ്വയം സെൻസർഷിപ്പ്, അതായത് വിവാദമാവുമോ എന്ന് പേടിച്ച് പലതും പറയാതിരിക്കുക, എഴുതാതിരിക്കുക. ഇത് നമ്മുടെ സാംസ്കാരികമായ വളർച്ചയെ പിന്നോട്ട് വലിക്കും. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവും, അവിശ്വാസം കൂടും. വാക്സിൻ പോലുള്ള കാര്യങ്ങളിൽ ആരോഗ്യപരമായ റിസ്ക്കുമുണ്ടാവും. അതെ. അപ്പോ കേരളത്തിലെ ഈ സംഭവങ്ങൾ ഇതൊരൊറ്റപ്പെട്ട കാര്യമല്ല. രാജ്യത്ത് പലയിടത്തും കാണുന്ന ഒരു വലിയ പ്രവണതയുടെ ഭാഗമാണ് ഈ വികാരം വ്രണപ്പെട്ടു എന്നത്. ശരിക്കും ഒരു ആയുധം പോലെ ഉപയോഗിക്കപ്പെടുന്നു. ഇതിനൊരു പരിഹാരം വേണ്ടേ? എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ലേഖനങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ഒന്ന്, സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക. CBFC പോലുള്ള ബോഡികൾ നിയമമനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക, പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക. സർക്കാർ ഒരു ഉറച്ച നിലപാടെടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും. ഏത് തരത്തിലുള്ള അസഹിഷ്ണുത വന്നാലും സർക്കാർ ശക്തമായിട്ട്, നിഷ്പക്ഷമായിട്ട് പൗരന്മാരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം. പിന്നെ സിവിൽ സമൂഹം, കലാകാരന്മാർ, എഴുത്തുകാർ, മാധ്യമങ്ങൾ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, നമ്മളും ശബ്ദമുയർത്തണം. വിദ്യാഭ്യാസത്തിന്റെ പങ്ക്, ഒരു ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നത് വളരെ പ്രധാനമാണ്. ചോദ്യം ചെയ്യാനും വിമർശനാത്മകമായി ചിന്തിക്കാനുമുള്ളൊരു കഴിവ് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടണം. അന്ധവിശ്വാസങ്ങളെയും തെറ്റായ പ്രചാരണങ്ങളെയും തിരിച്ചറിയാൻ അത് സഹായിക്കും. അപ്പോ നമ്മുടെ മതേതരത്വമെന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയല്ല. അല്ല, ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് ആണ്. എല്ലാ മതങ്ങളോടും ഒരു തുല്യ അകലം പാലിക്കുക. എന്നാൽ സമൂഹത്തിൽ തിന്മകളോ അനീതികളോ കണ്ടാൽ അവിടെ ഇടപെടാനും തിരുത്താനും ഭരണകൂടത്തിൽ അധികാരമുണ്ട്. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. ശരിയാണ്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ അത് മറ്റൊരാളുടെ അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ടാവരുത്. കൃത്യം. ആ ഒരു ബാലൻസ്, അതാണ് പ്രധാനം. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളോടായി ഒരു ചോദ്യം. ഈ വ്യക്തിപരമായ വിശ്വാസങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യം പോലുള്ള നമ്മുടെ എല്ലാവരുടെയും പൊതുവായ അവകാശങ്ങളും, ഇത് തമ്മിലുള്ളൊരു അതിർവരമ്പ്, അതെവിടെയാണ് നിങ്ങൾ കാണുന്നത്? ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു സമൂഹമെന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും എന്തു ചെയ്യാൻ പറ്റും? ഇതൊന്ന് ആലോചിച്ചു നോക്കുക. ഈയടുത്തൊരു വലിയ ഫാഷൻ ബ്രാൻഡ് നമ്മുടെ സ്വന്തം കോലാപൂരി ചെരുപ്പിന്റെ ഒരു ഡിസൈൻ എടുത്ത് ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചു. അത് വലിയ ചർച്ചയായിരുന്നല്ലോ. അതെ. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ഈ സാംസ്കാരിക ദുർവിനിയോഗം? പിന്നെ ഈ ഭൗമസൂചിക അഥവാ GI. ശരിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കാം. എന്താണ് ശരിക്കും ഇതിലെ കാര്യമെന്ന്? തീർച്ചയായും. ഈ സംഭവമുണ്ടല്ലോ, അത് GIയുടെ പ്രാധാന്യം,
അത് നേരിടുന്ന ചില പ്രശ്നങ്ങൾ, അതിലേക്കൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്. അതെ, ഒരു നാടിന്റെ ഒരു തനിമയുള്ള ഉൽപ്പന്നത്തിന് കിട്ടുന്ന അംഗീകാരം അതെന്നതാണ്. പിന്നെ നമ്മുടെ സ്വന്തം അറിവുകൾ, ഉൽപ്പന്നങ്ങൾ അതൊക്കെ സംരക്ഷിക്കാൻ ഇത് എത്രത്തോളം ശക്തമാണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. ഒരുപക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും എന്താണ് ഈ ഭൗമസൂചിക അഥവാ GI? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ശരിക്കു പറഞ്ഞാൽ ഒരു സാധനം, അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പേര്, അതൊക്കെ അതുണ്ടാക്കുന്ന സ്ഥലവുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന ഒരു മുദ്രയാണ്, ഒരു അംഗീകാരം. കോലാപുരി ചെരുപ്പ് പോലെ. അതെ, കോലാപുരി ചെരുപ്പ്, ആ സ്ഥലത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മാണം, അവിടുത്തെ തുകൽ, അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇത് ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രമുള്ളതാണോ? അല്ലല്ല, അതല്ല പ്രധാനം. ഇതൊരു കമ്പനിയുടെ കുത്തകയല്ല. ആ നാട്ടിലെ ആ പ്രദേശത്തുണ്ടാക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഒരു കൂട്ടായ അവകാശം. നല്ല ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്കതൊക്കെ കേട്ട് പരിചയമുണ്ടാവും. ഇതിനൊരു നിയമ പിൻബലമുണ്ടല്ലോ അല്ലേ? വെറുതെ ഒരു ടാഗ് കൊടുക്കുകയല്ലല്ലോ. ഉണ്ട്, നിയമ പിൻബലമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ TRIPS എന്നൊരു കരാറുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കീഴിലുള്ളതാണ്. ഓ, TRIPS. ആ ട്രിപ്സ് കരാറിൽ ഒപ്പുവെച്ചതുകൊണ്ടാണ് ഇന്ത്യയിലും നമ്മൾ സ്വന്തമായിട്ടൊരു നിയമം കൊണ്ടുവന്നത്. 1999 ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് ആക്ട്. അത് ശരി. പണ്ട് നമ്മുടെ ബസുമതി അരിയുടെയും മഞ്ഞളിന്റെയും പിന്നെ വേപ്പിന്റെയും ഒക്കെ പേറ്റന്റ് എടുക്കാൻ പുറത്തുള്ള കമ്പനികൾ ശ്രമിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഓർക്കുന്നുണ്ട്. അന്ന് വലിയ നിയമപോരാട്ടം തന്നെ വേണ്ടി വന്നു. അതെ. അപ്പോ ആ ഒരു അനുഭവത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഈ നിയമം കൂടുതൽ ശക്തമാക്കാൻ കാരണം. വളരെ ശരിയാണ്. ആ സംഭവങ്ങളൊക്കെ GI നിയമത്തിന്റെ ഒരു ആവശ്യകത നന്നായിട്ട് കാണിച്ചു തന്നു. അപ്പോ ഈ GI ടാഗ് കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ആ സാധനത്തിന് അന്താരാഷ്ട്ര വിപണിയിലൊക്കെ നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട്. കയറ്റുമതി കൂടും. പിന്നെ ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകളുണ്ടാവുമല്ലോ, അതൊക്കെ സംരക്ഷിക്കപ്പെടും. ഓക്കേ. ഉപഭോക്താക്കൾക്ക്, വാങ്ങുന്ന ആൾക്കാർക്ക് ഇത് ഒറിജിനൽ സാധനമാണെന്നൊരു ഉറപ്പും കിട്ടും. ആണോ? അങ്ങനെയല്ല, അവിടെയാണ് പ്രധാന വെല്ലുവിളി. ഏറ്റവും വലുതെന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് കിട്ടുന്ന GI സംരക്ഷണം, അത് ആ രാജ്യത്തിനകത്തേ നിലനിൽക്കൂ. അതെങ്ങനെ? അതായത്, ഇന്ത്യയിൽ GI കിട്ടിയ ഒരു സാധനത്തിന് അമേരിക്കയിലോ യൂറോപ്പിലോ അതേ സംരക്ഷണം കിട്ടണമെന്നില്ല. ഓ, അപ്പോ ലോകം മുഴുവൻ സംരക്ഷണം വേണമെങ്കിൽ ഓരോ രാജ്യത്തും പോയി പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. അപ്പോ നിങ്ങൾ സ്വാഭാവികമാണല്ലോ, അത്യാവശ്യം ചെലവുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോ നമ്മുടെ നാട്ടിലെ ഈ ചെറിയ നിർമ്മാതാക്കള്, ഈ കോലാപൂറിലെ തുകൽ പണിയെടുക്കുന്നവരൊക്കെ, അവർക്കിത് താങ്ങാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യമാണ്. പലർക്കും ഇതിനെപ്പറ്റി ശരിയായ അറിവ് പോലും ഉണ്ടാവില്ല. ശരിയാണ്. നിയമമുണ്ടായാൽ മാത്രം പോരല്ലോ, അത് നടപ്പാക്കണം. ഈ വലിയ വലിയ ബ്രാൻഡുകൾ, അവർ ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ സംരക്ഷണം പലപ്പോഴും നാട്ടിലൊതുങ്ങും. അപ്പം അതൊരു ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടം പോലെ ആവും ചിലപ്പോൾ. ഇവിടെയാണല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ആ സാംസ്കാരിക ദുർവിനിയോഗം എന്നൊരു വാക്ക് പ്രസക്തമാകുന്നത്. എവിടെയാണ് നമ്മൾ ഒരാളുടെ സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നത്? എവിടെയാണ് അത് ചൂഷണമായി മാറുന്നത്? അതെ, ആ വരമ്പ് വളരെ നേർത്തതാണ്. ഒരു ഡിസൈൻ കാണുമ്പോൾ ഇത് വെറും ഇൻസ്പിരേഷൻ ആണോ അതോ അനുവാദമില്ലാതെ എടുത്തതാണോ എന്ന് പറയാൻ അത് ബുദ്ധിമുട്ടാണ്. ഇതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടോ? ഒരു പ്രധാന നിർദ്ദേശം നമ്മുടെ പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി, അതായത് TKDL, അത് വികസിപ്പിക്കുക എന്നതാണ്. TKDL അതെന്താണ്? അത് നമ്മുടെ പരമ്പരാഗത അറിവുകൾ, പ്രധാനമായും ആയുർവേദം, യോഗ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ലൈബ്രറിയാണ്. പേറ്റന്റ് ഓഫീസുകൾക്കൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓ, നിലവിലത് മെഡിസിൻ ഭാഗത്താണല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അതെ, പക്ഷെ അതിനെ വികസിപ്പിച്ച് നമ്മുടെ കരകൗശല വസ്തുക്കൾ, ഡിസൈനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കണം. അതൊരു നല്ല ആശയമാണല്ലോ. അതെ, അപ്പോൾ ഒരു അന്താരാഷ്ട്ര ഡിസൈനർക്ക് പോലും ഒരു പുതിയ ഡിസൈൻ ഇറക്കുന്നതിന് മുൻപ് ഇതിൽ നോക്കണം, ഇതിവിടെ നിലവിലുള്ള ഒന്നാണോ എന്ന്. അങ്ങനെ വന്നാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമല്ലോ. ഒഴിവാക്കാം. ഇതൊരു മുൻകരുതൽ പോലെ പ്രവർത്തിക്കും. ഒരു പക്ഷേ ഈ ധാർമ്മികമായ സഹകരണത്തിന് ഒരു വഴി തുറന്നെന്നും വരാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വെറും ഒരു ചെരുപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഡിസൈനിന്റെ മാത്രം കാര്യമല്ല. അല്ല. ഇതിന്റെ പിന്നിൽ നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, നമ്മുടെ പൈതൃകമുണ്ട്, ഒരുപാട് തദ്ദേശീയരായ തൊഴിലാളികൾ, അവരുടെ ഉപജീവന മാർഗമുണ്ട്, ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുണ്ട്, തലമുറകളായി കിട്ടിയ അറിവുണ്ട്, അതൊക്കെയുണ്ട്. അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായും. ഒരു ഭാഗത്ത് നമ്മുടെ ഈ തനതായ ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ട്.
മറുഭാഗത്ത് ഈ ആഗോള വിപണിയിലെ പ്രശ്നങ്ങൾ, നിയമത്തിന്റെ നൂലാമാലകൾ, വെല്ലുവിളികൾ. രണ്ടും ഒരുമിച്ച് കാണണം. അതെ. ഈ GI ടാഗ് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമെല്ലാമായില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോ അടുത്ത തവണ നിങ്ങളൊരു ഡിസൈൻ കാണുമ്പോൾ അത് മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുന്നത് നല്ലതാണ്. ഈ പ്രചോദനത്തെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം, അതേസമയം അതിന്റെ യഥാർത്ഥ ആളുകൾക്ക്, അതിന്റെ ഉറവിടത്തിന് അവർക്ക് കിട്ടേണ്ട അംഗീകാരവും അതിന്റെ ഗുണവും എങ്ങനെ ഉറപ്പാക്കാം? ആ ചോദ്യം പ്രധാനമാണ്. പ്രചോദനവും ചൂഷണവും തമ്മിലുള്ള ആ നേർത്ത വര, അതെവിടെയാണ് മാഞ്ഞു പോകുന്നത്? അതൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്, അല്ലേ? ഇന്ത്യയുടെ വിദേശനയം ഒരു നിർണായക ഘട്ടത്തിലാണോ? നിങ്ങളുടെ കൊണ്ടുവന്ന ഈ ലേഖനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതെ, ശരിയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആ ഒരു പരമ്പരാഗത സമീപനം അത് ഇപ്പോഴത്തെ വെല്ലുവിളികൾക്ക് മതിയോ എന്നതാണ് പ്രധാന ചോദ്യം. നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ രേഖകൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്, ഒന്ന്, ഈ ചൈന-പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തമാവുന്നത്, പിന്നെ പശ്ചിമേഷ്യയിലെ പുതിയ പ്രശ്നങ്ങൾ, അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഈയിടെ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നോക്കുന്നത്. ഒരു ലേഖനത്തിൽ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ വിദേശനയം ഒരു പ്രതിസന്ധിയിലാണ് എന്ന്. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളായിട്ട് അവരെടുത്തു പറയുന്നത്? പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം, നേരത്തെ പറഞ്ഞ പോലെ, ചൈനയും പാകിസ്ഥാനും തമ്മിൽ പ്രത്യേകിച്ച് സൈനിക രംഗത്ത് സഹകരണം കൂടുന്നതാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരേ സമയം രണ്ട് അതിർത്തികളിൽ, അതായത് ഒരു ഇരട്ട മുന്നണി യുദ്ധഭീഷണി എന്നൊരു സാധ്യത മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓഹോ, ടു ഫ്രണ്ട് വാർ ചാലഞ്ച്. അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണല്ലോ. അതെ, നമ്മുടെ ഒരു സൈനികപരമായ തയ്യാറെടുപ്പുകൾ ഇത് കൂടുതൽ സങ്കീർണമാക്കും. ശരിയാണ്. മറ്റു വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ ലേഖനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? പിന്നെ ഈ അന്താരാഷ്ട്ര വിഷയങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇസ്രായേൽ-ഇറാൻ പ്രശ്നം. അവിടെ ഇന്ത്യയുടെ ആ ഒരു പരമ്പരാഗത നയം, അതായത് തുല്യ അകലം പാലിക്കുക എന്നത്, ഈക്വിഡിസ്റ്റൻസ്. അതെ, ആ ഈക്വിഡിസ്റ്റൻസ് അതിപ്പോ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെ പുതിയ ഭരണകൂടത്തിന്റെ ചില നയങ്ങൾ. പിന്നെ ഇന്ത്യ-പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്ന് US പ്രസിഡന്റ് തന്നെ ഒരു അവകാശവാദം ഉന്നയിച്ചല്ലോ. അത് വലിയ വാർത്തയായിരുന്നു. അതും ഇന്ത്യ-US ബന്ധത്തിലെ ഒരു ചെറിയ അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ട് ആ അവകാശവാദം ഇരു രാജ്യങ്ങൾക്കിടയിലെ. ശരിക്കും ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം കൊണ്ടുവരുമോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. അപ്പോ ഈ അമേരിക്കയുമായുള്ള ഈ ഒരു ചെറിയ അകൽച്ചയും പിന്നെ ഈ ചൈന-പാക് കൂട്ടുകെട്ടുമൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആ പഴയ നയമുണ്ടല്ലോ, തന്ത്രപരമായ സ്വയംഭരണം അഥവാ സ്ട്രാറ്റജിക് അട്ടോണമി, അതെത്രത്തോളം ഫലപ്രദമാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഈ ഗ്ലോബൽ സൗത്തിന്റെ നേതാവാണ് എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവിടുന്ന് വലിയ പിന്തുണ കിട്ടിയോ എന്നതും ഒരു ചോദ്യമാണ്. അതുതന്നെ, അതാണ് ഈ വിശകലനത്തിലെ പ്രധാന പോയിന്റ്. തന്ത്രപരമായ സ്വയംഭരണം എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു ചേരിയോട് പൂർണ്ണമായി ചേർന്ന് നിൽക്കാതെ സ്വന്തം താൽപര്യം നോക്കി തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവാണ്. ശരിയാണ്. അത് ഇന്ത്യയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാന ശക്തികളുമായിട്ട്, അമേരിക്ക, റഷ്യ, യൂറോപ്പ്, എല്ലാവരുമായിട്ടൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് നിലനിർത്താനും രാജ്യത്തിന്റെ വികസനത്തിൽ ശ്രദ്ധിക്കാനുമൊക്കെ ഇത് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നയം കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ വേണ്ടത്ര പിന്തുണ കിട്ടാതാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഈ ലേഖനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ എന്താണ് ഒരു പരിഹാരം? മുന്നോട്ടുള്ള വഴി എന്തായിരിക്കണമെന്നാണ് ഈ രേഖകളിലൊക്കെ പറയുന്നത്? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് ഈ പരമ്പരാഗത രീതികളിൽ ഒരു പുനർവിചിന്തനം വേണം എന്നാണ്. എപ്പോഴും ഒരു കംപ്ലീറ്റ് നിഷ്പക്ഷത പാലിക്കുന്നതിന് പകരം ചില പ്രത്യേക വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ പോലുള്ള പൊതുവായ കാര്യങ്ങളിൽ, ക്വാഡ് പോലുള്ള കൂട്ടായ്മകളില്ലേ, ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ, അതെ, അങ്ങനെയുള്ള സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായിട്ട് കുറച്ചുകൂടി ശക്തമായ ഓരോ വിഷയത്തിലും ഊന്നിയുള്ള, അതായത് ഇഷ്യൂ ബേസ്ഡ് കോയിലീഷൻസ്, അത്തരം സഖ്യങ്ങൾ രൂപീകരിക്കുന്നത് ആലോചിക്കാവുന്നതാണ് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയുള്ള ഈ വിഷയാധിഷ്ഠിത സഖ്യങ്ങൾ അത് നമ്മുടെ ആ തന്ത്രപരമായ സ്വയംഭരണം എന്ന ആശയത്തിൽ നിന്നുള്ള ഒരു മാറ്റമായിട്ട് കാണാൻ പറ്റില്ലേ? അതൊരു വിട്ടുവീഴ്ചയല്ലേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ ലേഖനങ്ങൾ പറയുന്നത് ഇതൊരു പൂർണ്ണമായ മാറ്റമല്ല, മറിച്ച് ഇന്നത്തെ ലോക യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച്
കുറച്ചുകൂടി പ്രായോഗികമായിട്ട് നയങ്ങളെ ഒന്ന് ക്രമീകരിക്കുന്നതിനെക്കുറിച്ചാണ്. ശരി. അതോടൊപ്പം തന്നെ നമ്മുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പറയുന്നുണ്ട്. പിന്നെ പുതിയ ടെക്നോളജികൾ, നിർമ്മിത ബുദ്ധി, ഇലക്ട്രോണിക് വാർഫെയർ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ നിക്ഷേപം വേണം. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ശ്രദ്ധിക്കണം. അതെ. പിന്നെ നയതന്ത്രത്തിന്റെ കാര്യത്തിലൊരു അവ്യക്തത നിലനിർത്തുന്നതിനേക്കാൾ ചിലപ്പോൾ വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നതായിരിക്കും ഇന്നത്തെ ലോകത്ത് കൂടുതൽ നല്ലത് എന്നും ഒരു സൂചനയുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ വിശകലനത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാന കാര്യം ഇന്ത്യയുടെ വിദേശനയം ഒരു മാറ്റത്തിന്റെ വക്കിലാണ് എന്നതാണ്. ആ പഴയ തന്ത്രപരമായ സ്വയംഭരണം എന്ന ബേസിക് ഐഡിയ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ നയങ്ങളിൽ മാറ്റം വരുത്താം, അതാണിപ്പോഴത്തെ വലിയ വെല്ലുവിളി. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. സ്വന്തം സ്വാതന്ത്ര്യവും താൽപ്പര്യങ്ങളും സംരക്ഷിക്കണം. അതേസമയം ഈ കൂടിക്കൂടി വരുന്ന സുരക്ഷാ ഭീഷണികൾ, അതിനെ നേരിടാൻ വേണ്ട സഹകരണവും വേണം. ഇത് രണ്ടും കൂടി എങ്ങനെ ബാലൻസ് ചെയ്യും? ആ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള വലിയ ദൗത്യം. ഈ ലേഖനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു നയതന്ത്ര മാറ്റം മാത്രമല്ല, ഒരുപക്ഷെ ലോകവേദിയിൽ ഇന്ത്യ സ്വയം എങ്ങനെ കാണുന്നു എന്നതിൽ പോലും ഒരു പുനർവിചിന്തനം ആവശ്യമായി വന്നേക്കാമെന്നാണ്. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാനായിട്ട് ഒരു ചോദ്യം കൂടി ഇവിടെയിട്ട് നിർത്താം. ഈ ഒരു സങ്കീർണമായ ലോക സാഹചര്യത്തിൽ യഥാർത്ഥ അർത്ഥത്തിലുള്ള തന്ത്രപരമായ സ്വയംഭരണം തുടരണമെങ്കിൽ ഇന്ത്യ എന്ത് വില കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും? അതോ സുരക്ഷയും സ്വാധീനവും ഉറപ്പാക്കാൻ കൂടുതൽ ശക്തമായ പങ്കാളിത്തങ്ങളിലേക്ക്, സഖ്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഇനി ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ച് നിങ്ങളുടെ സ്വന്തം നിഗമനങ്ങളിൽ എത്താവുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക്, അതിന്റെ അത്ഭുതങ്ങളിലേക്കൊരു ചെറിയ യാത്ര പോവുകയാണ്. അതെ. 2024 ഇന്ത്യയിൽ നിന്നും ശാസ്ത്രലോകം പുതുതായി കണ്ടെത്തിയ സസ്യങ്ങളെയും ജന്തുക്കളെയും കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരിയാണ്. പരിസ്ഥിതിയിലും ജൈവ വൈവിധ്യത്തിലുമൊക്കെ താൽപ്പര്യമുള്ള നിങ്ങൾക്ക് ഈ കണ്ടെത്തലുകൾ നൽകുന്നൊരു ചിത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്? തീർച്ചയായും. ഈ കണക്കുകൾ പറഞ്ഞാല് ശരിക്കും ശ്രദ്ധേയമാണ്. 2024 മാത്രം ഇന്ത്യയിൽ നിന്ന് 683 പുതിയ ജന്തുവർഗ്ഗങ്ങളെ കണ്ടെത്തി. ഓഹോ. അതുപോലെ 433 പുതിയ സസ്യവർഗ്ഗങ്ങളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി 1000-ലധികമോ? അതെ, 1000-ലധികം പുതിയ സ്പീഷീസുകളും റെക്കോർഡുകളും ഒരൊറ്റ വർഷം കൊണ്ട്. കൊള്ളാം. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ജൈവ വൈവിധ്യത്തിന്റെ ആഴം അതെത്ര വലുതാണെന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 1000-ലധികം എന്നത് വലിയൊരു സംഖ്യ തന്നെയാണല്ലോ. ഇതിൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടെത്തലുകൾ വന്നത്? എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? ഉണ്ട്. ഏറ്റവും കൂടുതൽ പുതിയ ജന്തുക്കളെ കണ്ടെത്തിയത്, അതായത് 101 ഇനം. അതുപോലെ സസ്യങ്ങളെ 58 ഇനം കണ്ടെത്തിയത് കേരളത്തിൽ നിന്നാണ്. അത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. കേരളത്തിൽ നിന്നോ? അതെ. തൊട്ടുപിന്നാലെ കർണാടകയും തമിഴ്നാടുമുണ്ട്. അപ്പോൾ ഇത് പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നു അല്ലേ? തീർച്ചയായും. പശ്ചിമഘട്ട മേഖലയുടെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 683 ജന്തുക്കളും 433 സസ്യങ്ങളുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം മുൻപ് ആരും കണ്ടിട്ടില്ലാത്ത ശാസ്ത്രലോകത്തിന് പൂർണ്ണമായും പുതിയ ജീവിവർഗങ്ങളാണോ? അല്ല. അതോ ഇതിലെന്തെങ്കിലും ഒരു തരംതിരിവുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 683 ജന്തുക്കളുണ്ടല്ലോ, അതിൽ 459 എണ്ണം ശാസ്ത്രലോകത്തിന് തന്നെ പുതിയതാണ്. അവയെ നമ്മൾ ന്യൂ സ്പീഷീസ് എന്ന് വിളിക്കും. ശരി. എന്നാൽ ബാക്കിയുള്ള 224 എണ്ണം അത് മറ്റ് രാജ്യങ്ങളിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നവയാണ്. ഇതിനെയാണ് ന്യൂ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് വ്യത്യാസം. അതെ. അതുപോലെ സസ്യങ്ങളുടെ കാര്യം നോക്കിയാൽ 433-ൽ 410 എണ്ണവും പൂർണ്ണമായും പുതിയ സ്പീഷീസുകളാണ്. ഓ, അപ്പൊ സസ്യങ്ങളിൽ ഭൂരിഭാഗവും ലോകത്തിന് തന്നെ പുതിയതാണല്ലേ? അതെ. ഭൂരിഭാഗവും ലോകത്തിന് തന്നെ പുതിയ അറിവുകളാണ്. ഈയൊരു വേർതിരിവ് നമ്മുടെ കണ്ടെത്തലുകളുടെ ഒരു യഥാർത്ഥ ചിത്രം തരുന്നുണ്ട്. അത് വളരെ വ്യക്തമായി. അപ്പോൾ ഈ കണ്ടെത്തലുകളിൽ ചില പ്രത്യേക ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ കാണുമല്ലോ? നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും? തീർച്ചയായും. ചില കണ്ടെത്തലുകൾക്ക് അതിൻ്റേതായ കൗതുകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡ്രാവിഡോസെപ്സ് ഗോവെൻസിസ്, അതായത്
ഡ്രാവിഡോസെപ്സ് ഗോയൻസിസ് എന്ന പേരിൽ ഒരു പുതിയ ഉരഗ ജനുസ് തന്നെ ഈ വർഷം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പുതിയ ജനുസോ? സ്പീഷീസ് മാത്രമല്ല. അതെ, ഒരു പുതിയ ഗ്രൂപ്പ് തന്നെ തിരിച്ചറിഞ്ഞു എന്നത് വലിയ കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഒരുതരം പുൽച്ചാടിക്ക് ടെർമിറ്റോട്രോപ്സിസ് യശാനി എന്ന് പേരിട്ടത്. അത് ഗവേഷകയുടെ പേരാണ്. പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലോ. ഞാൻ മറ്റേ കാര്യം കേട്ടിരുന്നു, ഹോളിവുഡ് നടൻ ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ പേരിട്ട ഒരു പാമ്പിനെക്കുറിച്ച്. അതെ, ആംഗിക്കുലസ് ഡിക്കപ്രിയോയെ. അതൊരു മരപ്പാമ്പാണ്. അതിനാണ് ആ പേര് നൽകിയത്. കൊള്ളാം. അതുപോലെ ബൾബോഫിലം ഗോപാലിയാനം പോലുള്ള പുതിയ ഓർക്കിഡുകളും കണ്ടെത്തലുകളിൽ പെടുന്നു. ഓരോ കണ്ടെത്തലിനും അതിൻ്റെതായ ശാസ്ത്രീയ പ്രാധാന്യമുണ്ട്. ചില പേരുകൾ കുറച്ച് പൊതുശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് മാത്രം. ഈ കണ്ടെത്തലുകൾ കൂടുതലും വരുന്നത് എവിടെ നിന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കേരളം മുന്നിലുണ്ട് എന്നൊക്കെ. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ടോ? തീർച്ചയായുമുണ്ട്. ഈ കണ്ടെത്തലുകളിൽ ഏതാണ്ട് 35% വരുന്നത് ഈ പറഞ്ഞ പോലെ പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ്. ഇവയെ നമ്മൾ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കും. ഹോട്ട്സ്പോട്ടുകൾ? അതെ. എന്താണ് ഹോട്ട്സ്പോട്ട്? അതായത് ധാരാളം തദ്ദേശീയ ജീവിവർഗങ്ങളുള്ള സ്ഥലങ്ങൾ. തദ്ദേശീയം എന്ന് പറഞ്ഞാൽ? ആ പ്രത്യേക പ്രദേശത്ത് മാത്രം കാണുന്നവ. എൻഡമിക് സ്പീഷീസ് എന്ന് പറയും. ശരി. അത്തരം ജീവികൾ ധാരാളമുള്ളതും എന്നാൽ അതേസമയം അവയുടെ ആവാസവ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയുള്ളതുമായ സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ. ഓക്കെ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഹിമാലയം, പശ്ചിമഘട്ടം, പിന്നെ ഇന്തോ-ബർമ മേഖല, സുന്ദർലാൻഡ്, നിക്കോബാർ ദ്വീപുകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഹോട്ട്സ്പോട്ടുകളിൽ ഇപ്പോഴും പുതിയ കണ്ടെത്തലുകൾ നടക്കുന്നു എന്നത്? അതെ, അത് അവയുടെ സങ്കീർണതയാണ് കാണിക്കുന്നത്. ഒരുപക്ഷേ നമ്മുടെ പഠനങ്ങൾ ഇനിയും എത്താത്ത മേഖലകൾ അവിടെയുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ്. അപ്പോ ഈ കണ്ടെത്തലുകളൊക്കെ രേഖപ്പെടുത്തുന്നതിനും ക്രോഡീകരിക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും? പ്രധാനമായും കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ZSI. അവര് ജന്തുക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ BSI. അവര് സസ്യങ്ങളുടെ കാര്യങ്ങളും. ഓക്കെ. BSI. അതെ, ഇവരുടെയൊക്കെ നിരന്തരമായ ഫീൽഡ് സർവേകളും പിന്നെ ശേഖരിക്കുന്ന സാമ്പിളുകളിലെ പഠനങ്ങളും അന്താരാഷ്ട്ര സഹകരണങ്ങളുമൊക്കെയാണ് ഓരോ വർഷവും ഈ പുതിയ വിവരങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്നത്. ഇതൊരു വലിയ പ്രയത്നമാണ് ശരിക്കും. തീർച്ചയായും. അപ്പോ ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? ഈ കണ്ടെത്തലുകൾ നിങ്ങൾക്ക്, അതായത് ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ള ഒരാൾക്ക് നൽകുന്ന പ്രധാന സന്ദേശമെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ജൈവസമ്പന്നത നമ്മൾ കരുതുന്നതിലും ഒരുപാട് അപ്പുറത്താണ് എന്നതാണ്. ശരിയാണ്. പ്രത്യേകിച്ച് പശ്ചിമഘട്ടം പോലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ. നമുക്ക് അറിയാവുന്ന പ്രദേശങ്ങളിൽ പോലും ഇനിയും കണ്ടെത്താനും പഠിക്കാനും ഒരുപാടുണ്ട്. ഓരോ വർഷവും പുറത്തുവരുന്ന ഈ കണക്കുകൾ നമ്മുടെ പ്രകൃതി എത്ര അമൂല്യമാണെന്നും അതിനെ സംരക്ഷിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. ഇത് കേവലം ഒരു അക്കാഡമിക് താൽപ്പര്യം മാത്രമല്ലല്ലോ, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതെ, തീർച്ചയായും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിക്കാൻ ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവെക്കാം. പറയൂ. ഓരോ വർഷവും, പ്രത്യേകിച്ചും ശാസ്ത്രലോകത്തിന് തന്നെ പുതിയതായ ഇത്രയധികം ജീവിവർഗങ്ങളെ നമ്മൾ കണ്ടെത്തുന്നു. ഇത് ഒരു ഭാഗത്ത് സന്തോഷം തരുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ സംരക്ഷണ പ്രവർത്തനങ്ങൾ, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അതോ നമ്മുടെ ഗവേഷണങ്ങൾ കൂടുതൽ കാര്യക്ഷമമായതുകൊണ്ടാണോ ഈ കണ്ടെത്തലുകൾ കൂടുന്നത്? ഈ പുതിയ അറിവുകൾ നമ്മുടെ സംരക്ഷണ നയങ്ങളെ, മുൻഗണനകളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കണം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ആഴത്തിൽ ചിന്തിക്കാവുന്നതാണ്. ജപ്പാന്റെ ബഹിരാകാശ ലോകത്ത് ഈയടുത്തായിട്ട് 2 വലിയ കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, ഒരു പുതിയ തുടക്കം. ഗോസാറ്റ് 2 ഉപഗ്രഹം വിക്ഷേപിച്ചു. അതെ. മറ്റൊന്ന്, ഒരു യുഗത്തിന്റെ അവസാനം. അവരുടെ വിശ്വസ്തനായ H2A റോക്കറ്റ് അതിന്റെ അവസാനത്തെ യാത്രയും കഴിഞ്ഞു. അതെ, അതും പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഈ വിവരങ്ങൾ വെച്ചൊന്ന് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? തീർച്ചയായും. ഇത് വെറുമൊരു വിക്ഷേപണം മാത്രമല്ല, കാലാവസ്ഥാ പഠനത്തിൽ ഇതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ജപ്പാന്റെ ആ ബഹിരാകാശ ടെക്നോളജിയുടെ ഭാവി, അതിനെക്കുറിച്ചും ഇത് ചിലതൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്. ഗോസാറ്റ് GW എന്താണ് ചെയ്യാൻ പോകുന്നത്? പിന്നെ ഈ H2A പോയിട്ട് ഇനി ആര് വരും? ഇതൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം ഈ ഗോസാറ്റ് GWയിലേക്ക് വരാം.
കാലാവസ്ഥ നോക്കാൻ ഇപ്പോൾ തന്നെ വേറെയും ഉപഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനല്ല ഇത്ര പ്രത്യേകത. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ? ആ അത് നല്ല ചോദ്യമാണ്. GSAT-GW എന്താന്ന് വെച്ചാല് ഇതിന്റെ പ്രധാന ജോലി ഭൂമിയുടെ അന്തരീക്ഷത്തില് ഈ ഹരിതഗ്രഹവാതകങ്ങളില്ലേ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ചൂട് കൂട്ടുന്നവ. അതെ അതെ അത് തന്നെ, അതിന്റെയൊക്കെ അളവ് ശരിക്കും പറഞ്ഞാൽ മുൻപൊന്നുമില്ലാത്തത്ര കൃത്യതയോടെ നിരീക്ഷിക്കുക. അതാണ് ലക്ഷ്യം. ഓഹോ, അപ്പോൾ കൂടുതൽ കൃത്യത. വളരെ കൂടുതൽ, ഇതുവരെ ഇല്ലാത്തത്ര സൂക്ഷ്മതയോടെ. ചിലപ്പോ ഓരോ രാജ്യത്തിന്റെ അല്ലെങ്കിൽ വലിയ വ്യവസായശാലകളുടെയൊക്കെ ആ ഒരു ബഹിർഗമനം അത് തിരിച്ചറിയാൻ പറ്റിയേക്കും. അത് കൊള്ളാമല്ലോ. ഈ കാലാവസ്ഥാ കരാറുകൾക്കൊക്കെ അത് ഉപകാരപ്പെടുമല്ലോ. അതെ, അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ സമുദ്രോപരിതലത്തിലെ താപനില, മഴയുടെ അളവ്, അങ്ങനെയുള്ള ജലചക്രമണ വിവരങ്ങളും ഇത് ശേഖരിക്കും. അപ്പോൾ കാലാവസ്ഥാ മാറ്റം അത് ശരിക്കും മനസ്സിലാക്കാൻ ഈ ഡേറ്റയൊക്കെ എന്തായാലും വേണം. ശരിയാണ്. അപ്പോൾ GSAT-GW ഒരു നിർണായക ഉപഗ്രഹമാകും. ഇനി മറ്റേ കാര്യം, H2A റോക്കറ്റ്, 50ാമത്തെ യാത്ര, അതും അവസാനത്തേത്. അതെ, 2013 ഏതാണ്ട് 98% സക്സസ് റേറ്റ്. ഓർക്കണം, 2 പതിറ്റാണ്ടിലേറെയായി സേവനത്തിൽ. അതൊരു വലിയ നേട്ടം തന്നെ. വളരെ വലിയ നേട്ടം. H2A ശരിക്കും ജപ്പാന്റെ ഒരു അഭിമാനമായിരുന്നു. ദ്രാവക ഇന്ധനം, പിന്നെ ആവശ്യമെങ്കിൽ ഈ സോളിഡ് ബൂസ്റ്ററുകളൊക്കെ വെച്ച് ഒരുപാട് ദൗത്യങ്ങൾ വിജയകരമായിട്ട് ചെയ്തു. പക്ഷേ ടെക്നോളജി മുന്നോട്ടു പോവുകയാണല്ലോ. അപ്പൊ ജപ്പാന്റെ അടുത്തൊരു വലിയ പ്രതീക്ഷ അത് H3 എന്നൊരു പുതിയ റോക്കറ്റിലാണ്. H3? അതെ, H2Aയേക്കാളും ചെലവ് കുറവായിരിക്കും, കൂടുതൽ ഭാരം വഹിക്കാനും പറ്റും. അതാണ് കണക്കുകൂട്ടല്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ശേഷി. അതെ, ഈ ബഹിരാകാശ വിക്ഷേപണ രംഗത്ത് അതൊരു വലിയ കാര്യമാണ്. കാര്യക്ഷമത കൂട്ടുക, ലാഭമുണ്ടാക്കുക, അതിന്റെയൊക്കെ ഭാഗമാണിത്. ഒരു ടെക്നോളജി മാറി പുതിയത് വരുന്നത് സ്വാഭാവികമാണല്ലോ. തീർച്ചയായും. ഈ വിക്ഷേപണമൊക്കെ നടന്നത് താനെഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നാണല്ലോ. ഇതിന്റെയൊക്കെ പിന്നിൽ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി ജാക്സയാണല്ലോ. അതെ, ജാക്സ. അവർ ഈയടുത്തായിട്ട് വേറെയും ചില കിടിലൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എനിക്ക് ഓർമ്മ വരുന്നത് ഹയാബുസ 2, പിന്നെ ആ സ്ലിം ദൗത്യം. ഓ തീർച്ചയായും, ജാക്സയുടെ കഴിവുകൾ അത് നമ്മൾ സമ്മതിക്കണം. ഹയാബുസ 2 ഓർക്കുന്നില്ലേ? ഒരു ചിഹ്നഗ്രഹത്തിൽ പോയിട്ട് അവിടുന്ന് സാമ്പിൾ കൊണ്ടുവന്നു. അതെ അതെ. പിന്നെ സ്ലിം ദൗത്യം, മൂൺ സ്നൈപ്പർ. മൂൺ സ്നൈപ്പർ. ചന്ദ്രനിൽ അവര് ലക്ഷ്യം വെച്ച ആ ഒരു പോയിന്റിൽ തന്നെ അതിസൂക്ഷ്മമായിട്ടിറങ്ങി പിൻ പോയിന്റ് ലാൻഡിംഗ് അങ്ങനെ ചെയ്യുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ, അതും അത്ര കൃത്യതയോടെ. അത്ഭുതം തന്നെ. അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം സമ്മതിക്കണം. അതെ, അതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലാവസ്ഥാ പഠനത്തിൽ GSAT-GW നൽകാൻ പോകുന്ന ആ ഒരു പുതിയ കൃത്യത. പിന്നെ H2A എന്നൊരു യുഗം അവസാനിച്ച് കൂടുതൽ ശേഷിയുള്ള H3 എന്ന പുതിയ റോക്കറ്റിലേക്ക് ജപ്പാൻ മാറുന്നത്. ശരിയാണ്. അതോടൊപ്പം ജാക്സയുടെ മറ്റു ഗംഭീര നേട്ടങ്ങളെ, ഈ ഛിന്നഗ്രഹദൗത്യം, പിന്നെ ചന്ദ്രനിലെ ആ സൂക്ഷ്മമായ ലാൻഡിംഗൊക്കെ, ടെക്നോളജിയിലും ഈ ആഗോള പാരിസ്ഥിതിക പ്രശ്നങ്ങളിലുമൊക്കെ താൽപ്പര്യമുള്ളവർക്ക് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതെ, ഒരു കാര്യം കൂടി ഞാൻ ആലോചിക്കുമായിരുന്നു. ഈ സ്ലിം ദൗത്യം വഴി ഒരു ഗ്രഹത്തിൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ വളരെ കൃത്യമായിട്ട് ഇറങ്ങാനുള്ള ഒരു കഴിവ്, പിന്നെ GSAT-GW വഴി ഭൂമിയെ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തെ ഇത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവും. ഈ 2 കഴിവുകൾ, അതായത് ഒരിടത്ത് കൃത്യമായി എത്താനും അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുമുള്ള കഴിവ്, രണ്ടും ഒരുമിച്ച്. അതെ, ഇത് രണ്ടും ഒരുമിച്ച് ചേർത്താൽ ഭാവിയിൽ ഒരുപക്ഷെ ഭൂമിയിലെയോ അല്ലെങ്കിൽ ചൊവ്വയിലെയോ ഒക്കെ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, കുറച്ചുകൂടി സങ്കീർണമായ വെല്ലുവിളികൾ, അതൊക്കെ നേരിടാൻ എന്തൊക്കെ പുതിയതരം ദൗത്യങ്ങൾ സാധ്യമാകും. അതൊരു രസമുള്ള ചിന്തയാണ് അല്ലേ? അത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പതിറ്റാണ്ടുകളായി അവിടെ കെട്ടിക്കിടന്ന ആ വിഷമാലിന്യം അത് എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു ലേഖനത്തിലെ വിവരങ്ങൾ വെച്ചാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഈ മാലിന്യം എങ്ങനെയാണ് സംസ്കരിച്ചത്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ, ഭോപ്പാൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലം, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടിത് ഇപ്പോഴും പ്രധാനമാണ്? നമുക്ക് തുടങ്ങാം. തീർച്ചയായും. ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലുണ്ടായിരുന്ന ആ 337 ടൺ വിഷമാലിന്യം അത് പൂർണ്ണമായും സംസ്കരിച്ചു എന്നതാണ്. 337 ടൺ? അമ്പമ്പോ, അത് വലിയൊരളവാണല്ലോ. വർഷങ്ങളായി അവിടെ കിടന്നതല്ലേ ഈ വിഷം? അതെ അതെ,
ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ അതിനൊരു പരിഹാരമായി എന്ന് പറയാം. അപ്പോ ഇത്രയും അപകടകാരിയായ ഈയൊരു വസ്തു ഇതെങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തത്? എന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചത്? ഇതിനുപയോഗിച്ച പ്രധാന രീതിയാണ് ഇൻസിനറേഷൻ. അതായത് വളരെ ഉയർന്ന ചൂടിൽ നിയന്ത്രിത സാഹചര്യത്തിൽ ഇതിനെ കത്തിച്ചു കളയുക. കത്തിക്കുകയോ? എവിടെ വെച്ചാണിത് ചെയ്തത്? മധ്യപ്രദേശിൽ തന്നെയുള്ള പിത്താംബൂർ എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. അവിടെയാണ് ഇത് നടത്തിയത്. ഓക്കേ. അപ്പോ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാരം ബാക്കിയാവുമല്ലോ. അതും വിഷമല്ലേ? അത് പിന്നെ വേറൊരു പ്രശ്നമാവില്ലേ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ആ ചാരവും അപകടകാരിയാണ്. വെറുതെ വലിച്ചെറിയാൻ പറ്റില്ല. അതിനാണ് സുരക്ഷിത ലാൻഡ്ഫിൽ അഥവാ സെക്യൂർ ലാൻഡ്ഫിൽ എന്നൊരു സംവിധാനം ഉപയോഗിക്കുന്നത്. ശരി, അതിലേക്ക് വരാം. അതിനു മുൻപ് നമുക്ക് പെട്ടെന്ന് ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് ഓർക്കാമോ? ചിലപ്പോൾ പുതിയ തലമുറയിലുള്ളവർക്ക് അത്ര കൃത്യമായ ഓർമ്മ കാണില്ല. അതെ, 1984 ഡിസംബറിലല്ലേ അത്? അതെ, ഡിസംബർ 2-3 തീയതികളിൽ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് UCIL പ്ലാന്റിൽ നിന്ന് മീഥൈൽ ഐസോസയനൈറ്റ് MIC എന്ന വിഷവാതകം ലീക്കായതാണ് കാരണം. MIC, ആ പേര് കേൾക്കുമ്പോഴേ ഒരു... അതെ, പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഈ ലേഖനത്തിലും അത് പറയുന്നുണ്ട്. MIC വളമുണ്ടാക്കാൻ ഉപയോഗിച്ച് ഒന്നല്ല. ഓ, അപ്പൊ വളത്തിനല്ലായിരുന്നോ? അല്ല, അത് സെവിൻ പോലെയുള്ള കാർബമേറ്റ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉണ്ടാക്കാനാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. കീടനാശിനിക്ക് വേണ്ടിയിട്ടായിരുന്നോ MIC? അതെ, ഈ MIC എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ആവിയായി പോകുന്ന ഭയങ്കര വിഷമുള്ള ഒരു രാസവസ്തുവാണ്. ശ്വാസകോശം, കണ്ണ്, പിന്നെ നമ്മുടെ നാഡീവ്യവസ്ഥ ഇതിനെയൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കും. ആ ദുരന്തത്തിന്റെ വ്യാപ്തി ഓർക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തൽക്ഷണം മരിച്ചു. ലക്ഷക്കണക്കിന് പേർക്ക് പിന്നീട് പലതരം അസുഖങ്ങൾ, അല്ലേ? ശരിയാണ്. ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ, കാഴ്ചശക്തി കുറയുന്നത്, അങ്ങനെ ഒരുപാട് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തങ്ങളിൽ ഒന്നായാണ് അത് കണക്കാക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നമുക്ക് തിരിച്ച് ആ സാങ്കേതിക വിദ്യയിലേക്ക് വരാം. ഇൻസിനറേഷൻ. കത്തിക്കുമ്പോൾ പുകയുണ്ടാകുമല്ലോ? ഉണ്ടാവും. അതുകൊണ്ട് ഇൻസിനറേഷൻ പ്ലാന്റുകളിൽ ഈ പുക ശുദ്ധീകരിക്കാൻ വളരെ കാര്യക്ഷമമായ ഫിൽറ്ററുകളും മറ്റു സംവിധാനങ്ങളും വേണം. വിഷാംശം പുറത്തുപോകാതെ നിയന്ത്രിക്കണം. എന്നിട്ട് ബാക്കി വരുന്ന ആ ചാരം, അതാണ് നേരത്തെ പറഞ്ഞ സുരക്ഷിത ലാൻഡ്ഫില്ലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ സുരക്ഷിത ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഈ ചാരത്തെ സുരക്ഷിതമാക്കുന്നത്? വെറുമൊരു കുഴിയാണോ? അല്ല, അതൊരു സാധാരണ കുഴിയല്ല. അതൊരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തോടെ ഉണ്ടാക്കുന്ന ഒന്നാണ്. വലിയൊരു കുഴിയെടുത്ത് അതിന്റെ അടിയിലും സൈഡിലുമൊക്കെ ഒട്ടും ലീക്ക് വരാത്ത കട്ടിയുള്ള പ്ലാസ്റ്റിക് ലൈനറുകൾ, കളിമണ്ണ്, അങ്ങനെ പല പല പാളികളുണ്ടാക്കും. ഓക്കെ, ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ. അതെ, ഒരു സംരക്ഷിത അറ പോലെ. ഇതിനകത്താണ് ഈ വിഷച്ചാരം ഇടുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകം ഊറി വന്നാൽ അതിനെ ലീച്ചേറ്റ് എന്നു പറയും. ഈ ലീച്ചേറ്റ് ഒരു കാരണവശാലും പുറത്തുള്ള മണ്ണിലേക്കോ ഭൂഗർഭജലത്തിലേക്കോ കലരാതെ തടയുകയാണ് ലക്ഷ്യം. അപ്പോ ഇൻസിനറേഷൻ വഴി മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ബാക്കി വരുന്ന അപകടകാരിയായ ചാരത്തെ ലീക്കാവാതെ സൂക്ഷിക്കാൻ ഈ ലാൻഡ്ഫിൽ സഹായിക്കുന്നു. അങ്ങനെ പറയാമല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഗതി. ശരി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ വിഷയം ഇന്ന് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുന്നവർ ഇതിൽ നിന്ന് എന്ത് പ്രധാന പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വ്യാവസായിക സുരക്ഷ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, ഒരു ദുരന്തമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പാരിസ്ഥിതികമായും ആരോഗ്യപരമായും എത്ര കാലം, എത്ര തലമുറകളെ വരെ ബാധിക്കാമെന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരം അപകടകാരികളായ വ്യാവസായിക മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കണമെന്നുള്ളത്, അതിന്റെ ഒരു അനിവാര്യത. ശരിയാണ്. പരിസ്ഥിതി നിയമങ്ങൾ, ദുരന്ത നിവാരണം, വ്യാവസായിക പോളിസികൾ, ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിവ. എന്തിന് UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പോലും പരിസ്ഥിതി, ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇത് പഠിക്കാനുണ്ടാവും. തീർച്ചയായും ഇതൊരു വലിയ കേസ് സ്റ്റഡി തന്നെയാണ്. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ വിഷമാലിന്യം സംസ്കരിച്ചു എന്നത് ഒരാശ്വാസം തന്നെയാണെങ്കിലും. അതെ, അതൊരു അതാളഘട്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഈ കഥ ഇവിടെ തീരുന്നില്ല. ഈ മാലിന്യം സംസ്കരിച്ച സ്ഥലം, അതായത് പിത്താംബൂർ, അവിടുത്തെ പ്ലാന്റിന്റെയും ആ ലാൻഡ്ഫില്ലിന്റെയും ഒക്കെ ദീർഘകാലത്തെ പാരിസ്ഥിതിക സുരക്ഷ അതുറപ്പാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഇനിയും പഠനങ്ങൾ വേണം. ശരിയാണ്, അതൊരു ഭാഗം. അതുപോലെ തന്നെ ഭോപ്പാൽ ദുരന്തത്തിന്റെ ഇരകളായിട്ട് ഇന്നും ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകൾ, അവരുടെ നീതി, അവരുടെ തുടർചികിത്സ, പുനരധിവാസം, ഈ ചോദ്യങ്ങളൊന്നും ഇപ്പോഴും പൂർണ്ണമായി ഉത്തരം കിട്ടിയിട്ടില്ല. അവയെപ്പോഴും വളരെ പ്രസക്തമായി തന്നെ നിൽക്കുന്നു. അതെ. അപ്പോ ഈ മാലിന്യ സംസ്കരണം ഒരു ചുവടുകൊപ്പാണെങ്കിലും ഭോപ്പാലിന്റെ കഥ തുടരുകയാണ്. ആ ദുരന്തം ബാധിച്ച മനുഷ്യരുടെ കാര്യത്തിലും പരിസ്ഥിതിയുടെ കാര്യത്തിലും ശ്രദ്ധ തുടരേണ്ടതുണ്ട്. തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.